ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു അടിപൊളി സ്നാക്ക്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിത് മസാല വഴറ്റി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളി സ്നാക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡും വേണം, ഈ ഒരു ഫില്ലിങ്ങും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചമ്മന്തി പോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടെ ഒന്നിട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചീസിൻ്റെ ഒരു ഗ്രേറ്റർ വെച്ച് നമുക്കിതിലേക്കൊന്ന് ഇതേപോലെ ആക്കിയെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കനോ ബീഫോ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഈ ചമ്മന്തിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി ബ്രെഡ് നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് പരത്തി ഇതേപോലെ അരികൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒട്ടും സമയമില്ലാത്ത കാരണമാണ് നമ്മളിതിങ്ങനെ കാണിക്കായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ബ്രെഡ് കുറച്ച് കനമുള്ള ബ്രെഡാണെന്നെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രെഡ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ഒരല്പം വെള്ളത്തിൽ നമ്മളൊന്ന് കലക്കി വെച്ചിട്ടുള്ളതിനെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ള നമുക്കൊരല്പം ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നമ്മുടെ ആ ഒരു മൈദയുടെ ആ ഒരു പേസ്റ്റ്, കുറച്ച് വലിയ ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റൗണ്ടിൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്കൊന്ന് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്കുള്ള ഫില്ലിങ് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ബ്രെഡിൻ്റെ ആ ഒരു കുറച്ച് വശം നമ്മൾ പൊന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒന്നും കൂടെ ഒന്ന് കവറാക്കി വെച്ചോളൂ. നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഫില്ലാക്കി എടുക്കുക. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ. പിന്നെ ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതാ നമ്മൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരല്പം ഉപ്പും കൂടെ ഇട്ട് മൈദ ഒന്ന് ഇതേപോലെ ഒരു മുക്കിയെടുക്കാവുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയിലും ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതാ ബ്രെഡ് ക്രംസും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഡബിൾ കോട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് എല്ലാം നമുക്കൊന്ന് ആക്കിയെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആ എണ്ണയിലോട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
നമുക്ക് ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡല്ലേ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വന്നോളൂ. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ. ഒരു വശവും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. നമുക്കിത് കോരി മാറ്റാം. കണ്ടു, അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സ്നാക്ക്. ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മസാല റെഡിയാക്കി വെക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.